ഞാനിപ്പോൾ നിൽക്കുന്നത് റീജിയണൽ ക്യാൻസർ സെൻറ്ററിൻ്റെ ഫ്രണ്ട് വശത്താണ്. ഓരോ ദിവസവും ഓരോ മണിക്കൂറിൽ ഓരോ സെക്കൻഡിൽ എന്തോരം വണ്ടികളാണ് നമ്മുടെ ഈ ക്യാൻസർ സെൻറ്ററിലേക്ക് വന്നു പോകുന്നതെന്നറിയോ? അതായത് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ ഈ അസുഖം പടർന്നു പിടിക്കും. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൻ്റെ ഔട്ട്ഡോറാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ. അപ്പോൾ എന്താ വിശേഷം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വിഷലബ്ധിതമായ സാധനങ്ങളാണ് നമ്മളെല്ലാം കഴിക്കുന്നത്. പെസ്റ്റിസൈഡൊക്കെ അടിച്ച പച്ചക്കറി പഴവർഗ്ഗങ്ങളൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. പരമാവധി ഹൈജീനിക്കായിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ വിഷലബ്ധമല്ലാത്ത ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക എല്ലാവരും. പിന്നെ ഇത്രയും മോശപ്പെട്ട ഭക്ഷണം നമുക്ക് കിട്ടുന്നതോടൊപ്പം നമ്മൾ മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരികൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടി നിങ്ങളൊന്ന് ചിന്തിക്കുക സ്വയം എല്ലാവരും. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഭക്ഷണവും മോശമാണ്. പിന്നെ അതിൻ്റെ ഒപ്പം കത്തുന്ന തീയിൽ പെട്രോൾ ഒഴിക്കുന്ന പോലെയാണ് നമ്മൾ മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരി വസ്തുക്കൾ, ആൻസ്, പാൻപരാഗ് മുതലായ സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് ക്യാൻസറിനെയും മറ്റ് മാരക രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവൻ്റെയും ആയുസ്സിൻ്റെ ആരോഗ്യത്തിൻ്റെയും വിലയൊന്നും നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും നമ്മൾ ശരീരത്തിനെ ദ്രോഹിക്കുന്നത്. മദ്യമായും മയക്കുമരുന്നായും ഡ്രഗ്സായിട്ടും ആൻസ്, പാൻപരാഗ് മുതലായ ലഹരി വസ്തുക്കളായിട്ട് നമ്മുടെ സിഗരറ്റ് ഇതൊക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിനെ ദ്രോഹിക്കുന്നത്. അത് ആ ഒരു ചിന്താഗതി മാറണമെങ്കിൽ നമ്മൾ ഒരു തവണയെങ്കിലും റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ, അതായത് RCCയിൽ തിരുവനന്തപുരം ജസ്റ്റ് ഒന്ന് വന്ന് കാണുന്നത് വളരെ നന്നായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ എന്താ പറയാൻ, വളരെ സങ്കടത്തോട് പറയണ കാര്യമുണ്ട്. അതായത് ഇന്നത്തെ യുവാക്കന്മാർ ഈ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് സ്വയം ക്യാൻസർ വരുത്തി വയ്ക്കുന്നതിനോട് വല്ലാത്തൊരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇനിയെങ്കിലും തിരുത്താൻ പറ്റുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ മദ്യവും മയക്കുമരുന്നും സിഗരറ്റ് വലി പുകവലിയൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഉപേക്ഷിക്കുക. എന്തിനാ നമ്മൾ മരണം വലിച്ചു വരുത്തുന്നത്? അതെ, നമ്മുടെ ജീവിതത്തിൻ്റെയും ജീവൻ്റെയും ആരോഗ്യത്തിൻ്റെ വിലയൊന്നും നമുക്ക് മനസ്സിലാവില്ല. അത് നഷ്ടപ്പെടുത്തുന്നവരെ നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ സ്വയം വലിച്ച് നഷ്ടപ്പെടുത്താതിരിക്കാൻ എല്ലാവരും ശ്രമിക്കാൻ ഞാൻ പറയുക. അപ്പോൾ കേൾക്കാൻ മനസ്സുള്ളവരും തിരുത്താൻ മനസ്സുള്ളവരും അത് ചെയ്യാൻ ഞാൻ പറയുക. താങ്ക് യു.